സംസ്ഥാനത്ത് കാലവർഷം എത്തി. നേരത്തെ പ്രവചിച്ചതിൽ നിന്നും 8 ദിവസം മുൻപാണ് കാലവർഷം എത്തിയതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇപ്പോൾ മാനസ ചേരുകയാണ്. മാനസ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാലവർഷം വളരെ നേരത്തെ വർഷങ്ങൾക്കു ശേഷം എത്തി എന്നതടക്കമുള്ള വിവരങ്ങളാണല്ലോ പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ അറിയിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ? തീർച്ചയായും ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയേക്കും എന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 8 ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ കാലവർഷം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് അറബിക്കടലിലും അതോടൊപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഉൾപ്പെടെ രൂപപ്പെടേണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിരുന്നു. ഇതിന്റെ സ്വാധീന ഫലമായി കൂടിയാണ് ഒരുപക്ഷെ തീവ്രമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ലഭിച്ചത്. അത് പിന്നീട് കാലവർഷം എത്തിയതിന്റെ സൂചനയായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ കാലവർഷം നേരത്തെ എത്തിയതോടുകൂടി ഈ കാലവർഷം കനക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് 14 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിൽ നേരത്തെ മെയ് മാസത്തിൽ കാലവർഷം എത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. മെയ് 23-നായിരുന്നു 2009 കാലവർഷം എത്തിയത്. പിന്നീട് 2025 മെയ് 24-ന് ഇന്ന് കാലവർഷം എത്തുന്നു. അത് 14 വർഷത്തിന് ശേഷമാണ് എന്ന മുന്നറിയിപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കാലവർഷം നല്ല രീതിയിൽ കനക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. നിലവിൽ അലർട്ടുകൾ ഇതുവരെയും മാറിയിട്ടില്ല. രാവിലെ മുതൽ തുടരുന്ന അലർട്ടുകളാണ്. അതായത് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്, തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെയും തന്നെ ഓറഞ്ച് അലർട്ടാണ് നൽകുന്നത്. ഒപ്പം തന്നെ ഈ നിലവിൽ നമ്മൾ ഉള്ളത് KSDMA ആസ്ഥാനത്താണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്താണ് ഉള്ളത്. ഇവിടെ രാജൻ മന്ത്രി അവലോകനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികളൊക്കെയും തന്നെ വിലയിരുത്തി, കാലവർഷം എത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തി. ഒപ്പം തന്നെ മഴക്കെടുതികൾ ഇപ്പോൾ കുറേ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി യോഗത്തിൽ ചർച്ച ചെയ്ത് തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ശേഷം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകും. ഒപ്പം അതിന് പിന്നാലെ മാധ്യമങ്ങളെയും കാണും എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മറ്റു നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ ലഭ്യമാകും എന്ന്. ശരി, മാനസ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ നൂൺ റൗണ്ടപ്പിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷം റവന്യൂ മന്ത്രി ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും. അതിന്റെ വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കാനായേക്കും. നോക്കാം നമുക്കത്.